തൻ്റെ പാർട്ടിയിലെങ്കിലും ചർച്ചയോ കൂട്ടായ തീരുമാനമില്ലാതെയോ ധാരാളം പ്രോജക്റ്റുകൾ ദിവസേന പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ്റെ പ്രധാന ഹോബി. തുറമുഖാധിഷ്ഠിതം, വ്യോമാധിഷ്ഠിതം, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പരിപാടികൾ അദ്ദേഹം ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ടാറ്റ 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു കപ്പൽ നിർമ്മാണശാല ഉണ്ടാക്കുന്നു എന്നിങ്ങനെയുള്ള വീമ്പ് പറച്ചിലും അദ്ദേഹം നടത്തി. ഇപ്പോഴിത് അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. ടാറ്റ മാത്രമല്ല, ഒട്ടനവധി കമ്പനികളിലാണ് പണം മുടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിരുത്തൽ. അല്ല, ഇങ്ങനൊരു തിരുത്തൽ നടത്തുന്നതിന് മുമ്പ് വസ്തുത എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ അത് പറയുകയല്ലായിരുന്നോ വേണ്ടിയിരുന്നത്? അങ്ങനെയൊന്നുമില്ല. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന മട്ടിൽ അദ്ദേഹം ഓരോന്ന് തട്ടിവിടുകയാണ്. ഒരു കാര്യം സതീശൻ മനസ്സിലാക്കണം. സതീശൻ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉള്ള നുണയെല്ലാം തട്ടിവിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹം പാടുപെട്ടതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരുപാട് സ്വകപോല കൽപ്പിതമായ പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിക്കുന്നത് ശരിയായ നടപടിയല്ല. അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിലും സ്വന്തം പാർട്ടിക്കാരെയെങ്കിലും അത് ബോധ്യപ്പെടുത്തി എല്ലാവരുടെയും പിന്തുണ സമാർജിച്ച് പ്രതിപക്ഷത്തെയും കാര്യം ബോധ്യപ്പെടുത്തി നമ്മുടെ നിയമസഭയിൽ ആ പ്രശ്നം ഉന്നയിച്ച് ആ നിയമസഭാംഗങ്ങളെയും ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അങ്ങനെയൊക്കെയല്ലേ ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്? എന്തേ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഞാൻ ഒട്ടനവധി പ്രോജക്റ്റുകളുടെ രാജകുമാരനാണ്, എനിക്ക് ഒട്ടേറെ പദ്ധതികളുണ്ട് എന്നിങ്ങനെ പ്രഖ്യാപിക്കുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതൊക്കെ മാറ്റി ശരിയായ പ്രോജക്റ്റുകൾ ശരിയായ ചർച്ചയ്ക്ക് ശേഷം നടപ്പാക്കാൻ കഴിയുന്നവ പറയുക എന്നതും പറഞ്ഞവ പ്രാവർത്തികമാക്കുക എന്നുള്ളതുമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? കപ്പൽ നിർമ്മാണശാല വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രതിപക്ഷം എന്ത് പറയുന്നു? ബോട്ടാണ്, കപ്പലല്ല. അതിന് അവർ 2025 തന്നെ ചില കരാറുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് ഈ സതീശൻ പറയുന്ന കാര്യമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഇതിലേതാ ശരിയെന്ന് എങ്ങനെ അറിയും? ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷത്തെ വിശ്വസിക്കാനേ പറ്റൂ. കാരണം ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം അവർ വേണ്ടത്ര പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇത് പറയുക. ചുരുക്കി പറഞ്ഞാൽ സതീശൻ്റെ വാചകാടി അവസാനിപ്പിക്കുക, അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക, എന്നിട്ട് യാഥാർത്ഥ്യങ്ങളുടെ അല്ലെങ്കിൽ വസ്തുതകളുടെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുക. അത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും ചുരുങ്ങിയ മര്യാദയെങ്കിലും ആയിരിക്കും.